സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ തീരുമാനിക്കാതെ സെനറ്റ് യോഗം. പ്രമേയം പാസ്സായില്ലെന്ന് ഗവർണറുടെ പ്രതിനിധികൾ അറിയിച്ചു. യോഗം പിരിച്ചുവിട്ടെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും പ്രതിനിധികൾ യോഗ ഹാൾ വിട്ടില്ല. അതിനിടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് അറിയിച്ച ഇടതംഗം നസീബ് പ്രമേയം അവതരിപ്പിച്ചു. സെനറ്റ് യോഗത്തിൽ വിസിയും ഇടത് അംഗങ്ങളും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലി, തീർത്തും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് യോഗത്തിലുണ്ടായത്. എന്താണ് നിലവിലെ സാഹചര്യം? സുരേഷ്, ഏറെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ VC വിളിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ കണ്ടെത്താനാണ് അതിനിർണായകമായിട്ടുള്ള യോഗം ഇന്ന് കേരള സർവകലാശാല വിളിച്ചിട്ടുള്ളത്. സെനറ്റ് യോഗം രാവിലെ 11 മണിയോടുകൂടി ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ നിർണായകമായ നടപടികൾ, ഒപ്പം തന്നെ നാടകീയമായ രംഗങ്ങൾ, അത് തന്നെയാണ് ഇന്ന് സർവകലാശാലയ്ക്കുള്ളിലെ സെനറ്റ് ഹാളിൽ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 11 നോമിനേറ്റഡ് അംഗങ്ങൾ, ഗവർണറുടെ നോമിനേറ്റഡ് അംഗങ്ങൾ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുക്കുന്നു. പങ്കെടുത്തത് മാത്രമല്ല, ഏറെ നിർണായകമായിട്ടുള്ള ചില സംഭവങ്ങൾ കൂടി നടന്നിരിക്കുന്നു. യോഗം വിളിച്ചത് സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. പക്ഷേ യോഗത്തിന്റെ അജണ്ട വായിച്ചതും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതും പ്രോ VC കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും VCയും തമ്മിൽ നേരിട്ട് വാക്കുതർക്കത്തിലേക്കും പരസ്യമായ വാക്പോരിലേക്കും എത്തുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് സർവകലാശാലയ്ക്ക് ഉള്ളിൽ, സെനറ്റ് ഹാളിനുള്ളിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിർണായകമായിട്ടുള്ള പ്രമേയം ഈ സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ വായിക്കപ്പെടുന്നു. ഇടത് അംഗങ്ങൾ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഈ യോഗത്തിൽ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു അജണ്ട, ഈ യോഗവുമായി ബന്ധപ്പെട്ടൊരു അജണ്ട ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഈ അജണ്ടയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഇടത് അംഗങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വാക്കേറ്റവും ഗവർണറുടെ നോമിനി അല്ലെങ്കിൽ ഗവർണറുടെ പ്രതിനിധികൾ ഉന്നയിക്കുകയും ചെയ്തു. ആദ്യഘട്ടങ്ങളിൽ ഗവർണറുടെ പ്രതിനിധികളും ഒപ്പം തന്നെ ഇടതംഗങ്ങളും തമ്മിൽ വാക്കുതർക്കമായിരുന്നുവെങ്കിൽ ആ യോഗത്തിന്റെ അവസാന പാദത്തിലേക്ക് കടന്നപ്പോൾ ചാൻസലറും അല്ലെങ്കിൽ VCയും പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നേരിട്ട് വാക്കുതർക്കത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പ്രമേയം പാസാക്കിക്കൊണ്ട് യോഗം പിരിയുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. പക്ഷേ യോഗം വിളിച്ചത് താനാണ്, അതിന്റെ അജണ്ട നോക്കേണ്ടത് താനാണ്, ഒപ്പം തന്നെ ഇതിനൊരു അംഗീകാരം നൽകേണ്ടത് താനാണ്. താൻ പറയാതെ ഈ യോഗം അവസാനിക്കില്ല, അല്ലെങ്കിൽ പ്രമേയം പാസ്സാകില്ല എന്നുള്ളൊരു നിലപാട് VC സ്വീകരിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ VCയും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ യോഗം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പുറത്തേക്ക് വരും. മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്നതിനാണ് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ച് ഇടത് പ്രതിനിധി ഈ ഒരു പ്രമേയം വായിച്ചതിന് എത്രത്തോളം പ്രതിഷേധമാണ് ഗവർണറുടെ പ്രതിനിധികൾ നടത്തിയത്? ആ ഒരു പ്രതിഷേധം ഏത് തരത്തിലുമായിരുന്നു? സുരേഷ്, ആദ്യം മുതൽ തന്നെ ഇടതംഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്, അത് എല്ലാ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചിരുന്നും സ്വീകരിച്ചിരുന്ന നിലപാട്, പാർട്ടി നിലപാട് എന്നുള്ളത് ഇത്തരത്തിൽ സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർവകലാശാല ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച പശ്ചാത്തലം, ഗവർണർ അതിന് അംഗീകാരം നൽകാതിരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഗവർണർ ആവശ്യപ്പെട്ടതുപോലെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ 3ാം പ്രതിനിധിയെ നൽകേണ്ട എന്നുള്ളൊരു നിലപാട് ആദ്യം മുതൽ തന്നെ ഇടതംഗങ്ങൾ സ്വീകരിച്ചിരുന്നു. സമാനമായൊരു നിലപാട് തന്നെയാണ് ഇന്നത്തെ യോഗത്തിലും ഇടതംഗങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഈ ഇടതംഗങ്ങൾ സ്വീകരിച്ച നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ പ്രമേയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടത് അംഗം കൂടിയായിട്ടുള്ള, സെനറ്റ് അംഗം കൂടിയായിട്ടുള്ള നസീബാണ് ഈ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തത്. പ്രമേയത്തിന് ഔദ്യോഗികമായി മന്ത്രി അംഗീകാരം നൽകുന്നു. പക്ഷേ അതിനെ തിരിച്ചടിച്ചുകൊണ്ട് പ്രമേയം പാസ്സായിട്ടില്ല എന്നുള്ളൊരു നിലപാട് VC സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും VC ഇനി ഗവർണർക്ക് നൽകുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ യോഗത്തിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം എന്തായി എന്നുള്ളത് അറിയിക്കുന്നതായിരിക്കും ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. എന്തായാലും നാളെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കാർഷിക സർവകലാശാലയിൽ അടക്കം സമാനമായി യോഗം ചേർന്നിരുന്നു. പക്ഷേ സെനറ്റ് യോഗം ചേർന്ന് പ്രതിനിധിയെ നൽകാൻ കഴിയാതെ ആ യോഗങ്ങൾ പിരിഞ്ഞതിന് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് കേരള സർവകലാശാലയിലെ ഈ യോഗവും പിരിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും യോഗം ഔദ്യോഗികമായി പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിനിധികളൊക്കെ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഈ പ്രമേയം പാസ്സായെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ VCയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള വലിയ വാക്തർക്കമുണ്ടായിരുന്നു. തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏകപക്ഷീയമായ നിലപാട് തന്നെയാണ്
ആർ ബിന്ദു സ്വീകരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരു സമവായ നീക്കങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു സെനറ്റ് യോഗത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയും ഇടത് അംഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു അനുകൂല സ്വരം സ്വീകരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം ഗവർണർ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ നിലപാട് അത് ഈ ഒരു വിഷയത്തിൽ അത്രത്തോളം ഗൗരവമുള്ളതാണല്ലേ? സുരേഷ്, അത് തന്നെയാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി തന്നെ നിലവിൽ ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. കാരണം കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോട് കൂടി തന്നെയാണ് മന്ത്രി ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 106 അംഗ സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുമെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് മുൻകൂട്ടി ലഭിച്ചിരുന്നില്ല. അത്തരത്തിലൊരു അറിയിപ്പ് ആരും തന്നെ നൽകിയിരുന്നുമില്ല. പക്ഷേ പൊടുന്നനെ തന്നെയാണ് അപ്രതീക്ഷിതമായി യോഗത്തിലേക്ക് പ്രോസ് ചാൻസലർ കൂടിയായിട്ടുള്ള മന്ത്രി പങ്കെടുക്കുന്നു. ആ മന്ത്രി തന്നെ നേരിട്ട് യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നു. ആദ്യം തന്നെ അജണ്ട വായിക്കുന്നു. ആ അജണ്ടയെ എതിർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഗവർണറുടെ നോമിനികൾ നടത്തുന്നു. തുടർന്ന് ആ ഗവർണറുടെ നോമിനികൾക്ക് എതിരെ ഇടതംഗങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ വാക്കുതർക്കങ്ങളിൽ തുടങ്ങിയ ആ ഒരു യോഗം അവസാനിക്കുന്നതും വാക്കുതർക്കങ്ങളിൽ തന്നെയാണ്.